வழியாகும் இறைவனே போற்றுமென் போற்றி. തിരുമന്ത്രം 6-ാം തന്ത്രത്തിലെ ശിവഗുരു ദർശനത്തെ കുറിച്ചിട്ടാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. സാക്ഷാൽ ശിവബ്രഹ്മം തന്നെ ഗുരുവായി വരുന്ന സാധകനെ വേണ്ട രീതിയിൽ മുന്നോട്ടേക്ക് ആത്മീയ മാർഗത്തിലൂടെ നയിച്ച് ശിവലോകത്തിലേക്ക് എത്തിക്കുന്ന, ശിവസായുജ്യത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നാം മഹാഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലൊരു ഭാഗം 24 ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത്. നമുക്ക് ആ ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിലെ 24 ഗുരുക്കന്മാരിൽ ചിലരെ കുറിച്ച് മനസ്സിലാക്കാം. യദു എന്ന രാജാവിനോട് അവധൂതൻ പറഞ്ഞ ഗുരു സങ്കല്പത്തെ കുറിച്ചിട്ടാണ് ഏകാദശ സ്കന്ധത്തിൽ, മഹാഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ വിവരിക്കുന്നത്. നമുക്ക് അവധൂതൻ പറഞ്ഞ ആ പ്രധാനപ്പെട്ട ഗുരുക്കന്മാരെ കുറിച്ച് മാത്രം കാണാം. നോക്കൂ, ഭൂമി അവധൂതന്റെ ഗുരുവായിരുന്നു എന്നാണ് അവധൂതൻ യദുവിനോട് പറയുന്നത്. നോക്കൂ, ഭൂമിയെ ആളുകൾ എന്തുമാത്രം ദ്രോഹിക്കുന്നു. ഭൂമി അതെല്ലാം സഹിച്ച് നിശ്ചലമായി വർത്തിക്കുന്നു. ഏത് ദുഃഖവും സഹിക്കാനുള്ള സന്നദ്ധതയാണിത്. ഇതിന് തിദിക്ഷ എന്ന് പേർ. ആരെങ്കിലും എന്നെ ദ്രോഹിച്ചാൽ ഞാൻ കരുതും ഇത് ഏൽക്കാൻ പാകത്തിന് ഏതോ പൂർവകർമ്മം എനിക്കുണ്ട് എന്ന്. എന്നെ ദ്രോഹിക്കാൻ തോന്നിക്കുന്ന ഏതോ പൂർവകർമ്മം അയാൾക്കും ഇല്ലാതെ വരില്ല. എന്നെ ദ്രോഹിക്കുക എന്നത് അവന്റെ കർമ്മം, ദ്രോഹം ഏൽക്കുക എന്നത് എന്റെ കർമ്മം. ഭൂമിയിൽ നിന്ന് ഈ തിദിക്ഷയുടെ പാഠം എനിക്ക് കിട്ടി. മരങ്ങളെ നോക്കൂ, അവ സ്വയം വെയിലേൽക്കുന്നു, അടുത്തു വരുന്നവന് തണൽ വിരിച്ചു കൊടുക്കുന്നു, സ്വയം പഴങ്ങൾ ഏറ്റി നിൽക്കുന്നു, പക്ഷെ ഒന്നും തിന്നാതെ എല്ലാം അന്യർക്ക് നൽകുന്നു. പരോപകാരാർത്ഥമാണ് ഈ ജീവിതം എന്ന് മരങ്ങളെ നോക്കി ഞാൻ പഠിച്ചു. അപ്പോൾ ഭൂമിയും ഭൂമിയിലെ മരങ്ങളും എപ്രകാരമാണോ അവധൂതനെ തിദിക്ഷ പഠിപ്പിച്ചത്, ആ വിവരം, അങ്ങനെ ഗുരുവായി ഭൂമി ഗുരുവായി തീർന്ന സംഭവം ഇവിടെ യദുവിനോട് അവധൂതൻ പറയുന്നു. ഇനി മറ്റൊരു ഗുരുവിനെ കുറിച്ചിട്ടും അവധൂതൻ പറയുന്നു. നോക്കൂ, വായുവിൽ നിന്ന് ലഭിച്ച ഗുരുപാഠം. വായു 2 തരം. ഒന്ന് പ്രാണികളിൽ വർത്തിക്കുന്നത്, 2 അന്തരീക്ഷത്തിൽ വീശുന്നത്. പ്രാണികൾക്ക് അനുഭവപ്പെടുന്ന വിശപ്പും ദാഹവും പ്രാണന്റെ ധർമ്മമാണ്. ഇത് 2 ശമിപ്പിക്കാൻ ആവശ്യമായ ആഹാരമേ പ്രാണന് വേണ്ടു. മിതാഹാരം കൊണ്ട് തന്നെ പ്രാണൻ സന്തുഷ്ടനാകുമെന്നർത്ഥം. ആഹാരത്തിലെ എരിവ്, പുളി, മധുരം മുതലായ രുചിഭേദങ്ങൾ ഒന്നും പ്രാണന് പ്രശ്നമേ അല്ല. രുചിഭേദം അന്വേഷിക്കുന്നത് രസനേന്ദ്രിയമാണ്, പ്രാണനല്ല. മുമുക്ഷുവായ മുനി പ്രാണനെ പോലെ മിതാഹാരത്താൽ തൃപ്തനാകണം. ദേഹേന്ദ്രിയ അന്ധകരണങ്ങളെ നിലനിർത്താൻ വേണ്ടത്ര ആഹാരമേ കഴിക്കാവൂ. ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടി യത്നിക്കരുത്. വിഷയസുഖം കാക്ഷിക്കരുത്. അന്തരീക്ഷത്തിൽ വീശുന്ന വായു സർവത്ര എത്താറുണ്ട്, പക്ഷേ സംസർഗത്തിൽ ദോഷം വായുവിനെ ബാധിക്കാറില്ല. മുമുക്ഷുവായ മുനി എവിടെ ചെന്നാലും ആരോട് അടുത്തിടപെട്ടാലും സംസർഗത്തിന് ദോഷം പറ്റാതെ നോക്കണം. വായുവിൽ നിന്ന് ഈ മിതാഹാരശീലവും നിസ്സംഗതയും ഞാൻ പഠിച്ചു എന്ന് അവധൂതൻ യദുവിനോട് പറയുന്നു. അപ്പോൾ മിതാഹാരശീലം, അതേപോലെ തന്നെ നിസ്സംഗത, ഒന്നിനോടും പറ്റില്ലാത്ത അവസ്ഥ, ഇതാണ് വായുവിൽ നിന്ന് അവധൂതൻ പഠിച്ച പാഠം. ഇനി നോക്കൂ, ആകാശത്തിൽ നിന്ന് പഠിച്ച ഗുരുപാഠം എന്താന്ന് നോക്കൂ. ആകാശം സർവവ്യാപിയാണ്. അത് സർവശരീരങ്ങളുടെയും ഉള്ളിലും പുറത്തുമുണ്ട്. പക്ഷേ അതിന് ഒന്നിനോടും സംഘമില്ല. സ്വതേ അപരിച്ഛിന്നമായ ആകാശം ദേഹത്തിന് അകത്ത് വർത്തിക്കുന്നു എന്നതുകൊണ്ട് അത് പരിച്ഛിന്നമാകുന്നില്ല. സർവശരീരങ്ങളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ആത്മാവും
ഇതേപോലെ പരിച്ഛിന്നമാവാതിരിക്കുന്നു. ആത്മാവിന്റെ ഈ അപരിച്ഛിന്നതയാണ് ആകാശത്തിൽ നിന്ന് ലഭിച്ച പാഠം. തേജസ്, ജലം, അന്നം എന്നിവയുടെ പടുകൂട്ടാണ് എല്ലാ ദേഹങ്ങളും. ഇവയിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് വെച്ച് ആത്മാവ് ഇവയിൽ ശക്തമായി തീരുന്നില്ല. വന്നും പോയും ഇരിക്കുന്ന മഴക്കാറുകളാൽ ആകാശം ശക്തമാവാതിരിക്കുന്നത് പോലെയാണ് ഇത്. മഴക്കാറുകൾ വന്നാലും കൊള്ളാം, പോയാലും കൊള്ളാം, ആകാശം എപ്പോഴും അശക്തമായി വർത്തിക്കുന്നു. ഇതേപോലെ ദേഹേന്ദ്രാദികളിൽ ആത്മാവ് വ്യാപൃതനായിരുന്നിട്ട് കൂടി അവയോട് സംഘം പറ്റാതെ തന്നെ വർത്തിക്കുന്നു. ആത്മാവിന്റെ നിസ്സംഗതയാണ് ആകാശത്തിൽ നിന്ന് ഞാൻ പഠിച്ച മറ്റൊരു പാഠം. ഇതേപോലെ നിസ്സംഗത ആകാശത്തിൽ നിന്നും പഠിച്ചു. മഴക്കാറ് വന്നു പോകുന്നു, അതൊന്നും ആകാശത്തിനെ, സ്പേസിനെ അതൊന്നും ബാധിക്കുകയില്ല. അതേപോലെ നിസ്സംഗത, ആത്മാവിന്റെ നിസ്സംഗത അവധൂതൻ ആകാശത്തിൽ നിന്ന് പഠിച്ചു. ജലത്തിൽ നിന്ന് പഠിച്ച ഒരു പാഠം, ജലം പ്രകൃത്യാ തന്നെ സ്വച്ഛമാണ്, സ്നിഗ്ധമാണ്, മധുരവുമാണ്. മനുഷ്യർക്ക് തീർത്ഥമായിരിക്കുന്ന ജലം തന്നെ. ആ ഗംഗ, യമുന മുതലായ പവിത്ര നദികളെ കുറിച്ച് ഓർക്കുക. നിശ്രേയസത്തിലേക്ക് നീങ്ങുന്ന മുനി ജലം പോലെ സന്നിഗ്ധനും സ്വച്ഛനും മധുരവാക്കുമായിരിക്കണം. നോട്ടം കൊണ്ടും സ്പർശം കൊണ്ടും കീർത്തനം കൊണ്ടും അന്യരെ ശുദ്ധീകരിക്കാൻ കഴിയുന്നവനാകണം മുനി. അന്യർ മുനിയെ കണ്ടാൽ, മുനിയെ സ്നേഹിച്ചാൽ, മുനിയെ പറ്റി കീർത്തിച്ചാൽ അവർ പരിശുദ്ധന്മാരായി തീരണം. പാപികൾ ഗംഗയെ കണ്ടാൽ, ഗംഗാജലത്തിൽ മുങ്ങിയാൽ, ഗംഗാജലം കുടിച്ചാൽ, ഗംഗാ മഹാത്മ്യം വർണ്ണിച്ചാൽ അവരുടെ പാപം നശിക്കുമെന്ന് പറയാറുണ്ടല്ലോ. ഇങ്ങനെ അന്യരെ പോലും ശുദ്ധീകരിക്കുന്ന വിധം സ്വയം പരിശുദ്ധനായി തീരണം മുനി. സ്വച്ഛത, സന്നിഗ്ധത, മധുരത, തീർത്ഥത ഇവയാണ് ജലത്തിൽ നിന്ന് ലഭിച്ച പാഠങ്ങൾ. കണ്ടോ, ജലത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത്? സ്വച്ഛത, സ്നിഗ്ധത, മധുരത, തീർത്ഥത. ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ ജലത്തിൽ നിന്ന് അവധൂതൻ പഠിച്ചു. ഇനി അഗ്നിയിൽ നിന്ന് പഠിച്ച പാഠം കൂടെ പറയാം. അഗ്നി തേജസ്വിയാണ്, ദീപ്തനാണ്, അദൃശ്യനാണ്, ഭയം ഇല്ലായ്മയ്ക്ക് ഇരിപ്പിടമാണ്, നിർഭയനാണ്, സർവപക്ഷനാണ്, എപ്പോഴും നിർമ്മലനുമാണ്. മനസ്സിനെ സദാ ആത്മാവിൽ നിർത്തി തപസ് ചെയ്യുന്ന മുനി അഗ്നിയെ പോലെ തേജസ്വിയും നിർഭയനും ദീപ്തനുമായിരിക്കണം. ഏത് കർമ്മം ചെയ്താലും എന്ത് ഭക്ഷിച്ചാലും മനസ്സിൽ രാഗദേശാദി മാലിന്യം വന്നു ചേരാതെ നോക്കണം. എപ്പോഴും സ്വയം പരിശുദ്ധനായിരിക്കണം. ഇതാണ് അഗ്നിയിൽ നിന്ന് പഠിച്ച പാഠം. ഇനി ചന്ദ്രനിൽ നിന്ന് പഠിച്ച ഗുരുപാഠം നോക്കൂ. വെളുത്ത പക്ഷത്തിൽ ചന്ദ്രന് കലകൾ കൂടി വരുന്നതായി തോന്നുന്നു. പൗർണമി ദിവസം പൂർണ്ണചന്ദ്രൻ ദൃശ്യനാവുന്നു. കൃഷ്ണപക്ഷം തുടങ്ങിയാൽ കലകൾ ക്രമേണ കുറഞ്ഞു വരുന്നതായി തോന്നുന്നു. അമാവാസിയിൽ ചന്ദ്രൻ അദൃശ്യൻ, നിഷ്പ്രഭൻ. അടുത്ത ശുക്ലപക്ഷത്തിൽ വീണ്ടും ചന്ദ്രൻ വരുന്നു. ഇത് കണ്ട് പഠിക്കേണ്ടുന്ന ഒരു തത്വമുണ്ട്. ചന്ദ്രന് വൃദ്ധിയില്ല, ക്ഷയവുമില്ല. വൃദ്ധിയും ക്ഷയവും സംഭവിക്കുന്നത് കലകൾക്കാണ്. ഇതുപോലെ ആത്മാവിന് ഉൽപ്പത്തി, പരിണാമം, ക്ഷയം, നാശം ഇതൊന്നുമില്ല. ശരീരത്തിന് ഇതെല്ലാം ഉണ്ട് താനും. മുനിയായ മുമുക്ഷു പഠിച്ചറിയേണ്ടതാണ് ഈ തത്വം എന്നാണ് ഇവിടെ അവധൂതൻ യദുവിനോട് പറയുന്നത്. ഇതാണ് ചന്ദ്രനിൽ നിന്ന് പഠിച്ച പാഠം. ചന്ദ്രന് വൃത്തിക്ഷയങ്ങളില്ല. ചന്ദ്രനിലെ കലകൾക്ക് മാത്രമേ വൃത്തിക്ഷയങ്ങളുള്ളൂ. അതായത് ആത്മാവിന് ഒരിക്കലും വൃത്തിക്ഷയങ്ങളില്ല. അത് ശാശ്വതമാണ്, അനന്തമാണ്. ഇനി സൂര്യനിൽ നിന്ന് പഠിച്ച പാഠം. ഉഷ്ണകാലത്ത് ജലാശയങ്ങളിൽ നിന്ന് തന്റെ രശ്മികളെ കൊണ്ട് സൂര്യൻ ജലം വലിച്ചെടുക്കുന്നു. വർഷത്തോയിൽ ഇതെല്ലാം വർഷിക്കുകയും ചെയ്യുന്നു. ഇത് രണ്ടും താനാണ് ചെയ്യുന്നത് എന്ന അഭിമാനം സൂര്യനില്ല. ഒരു യോഗി ഇന്ദ്രിയങ്ങളെ കൊണ്ട് ശബ്ദാദി വിഷയങ്ങൾ ഗ്രഹിച്ച് ആവശ്യക്കാർക്ക് ഉപദേശിച്ചു കൊടുക്കണം. താൻ ന്യായമായ വിഷയങ്ങൾ ഗ്രഹിച്ചവൻ, ജ്ഞാനദാതാവ് എന്നീ വിധം അഭിമാനം കൊള്ളരുത്. സൂര്യനെ പോലെ നിരഭിമാനിയായിരിക്കണം. ജ്ഞാനദാതാവായിരുന്നാലേ ഒരു യോഗിയാവൂ എന്നില്ല. അഭിമാനം കൊള്ളരുത് എന്നേ ഇവിടെ വിഷയമുള്ളൂ. ആകാശത്തിൽ സൂര്യൻ ഒന്നു മാത്രം. ഭൂമിയുള്ള ജലപാത്രങ്ങളിൽ സൂര്യന്റെ പ്രതിബിംബങ്ങൾ കാണാം. ഓരോ ജലപാത്രത്തിലും ഓരോ സൂര്യപ്രതിബിംബം.
പ്രതിബിംബങ്ങൾ പലത് ഉണ്ടെന്ന് വെച്ച് ബിംബം പലതാണെന്ന് ധരിച്ചുകൂടാ. ഇതുപോലെ സർവശരീരങ്ങളിലും ജീവാത്മാത്വേന വിലസുന്ന ചൈതന്യം ഒരേ ഒരു പരമാത്മാവിൻ്റെതാണ് എന്നറിയണം. അതാണ് ഇവിടെ സൂര്യനിൽ നിന്ന് പഠിച്ചത്. എന്താണ്? എല്ലാ ജീവജാലങ്ങളിലും വിലസുന്ന ചൈതന്യം ഒരേ ഒരു പരമാത്മാവിൽ നിന്നാണ് എന്നാണ് ഇവിടെ അവധൂതൻ യദുവിന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഈ പഞ്ചഭൂതങ്ങൾ, അതുപോലെ സൂര്യചന്ദ്രന്മാര് എല്ലാം തന്നെ ശിവഗുരുവിന്റെ പ്രതിനിധികളാണ്. ശിവഗുരുവിൽ നിന്നാണ്, ശിവഗുരു തന്നെയാണ് ഭൂമിയായി വന്ന്, ചന്ദ്രനായി വന്ന്, സൂര്യനായി വന്ന്, അഗ്നിയായി വന്ന്, ജലമായി വന്ന് ഇത് അവധൂതന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഈ ശിവഗുരു തന്നെ പല രൂപത്തിൽ സാധകന്റെ മുമ്പിൽ ഗുരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഗുരുക്കന്മാരെല്ലാം ശിവഗുരുക്കന്മാരാണ് എന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ അവതാര ഗുരു നേരിട്ട് വന്ന് തന്നെ ശിഷ്യനെ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കും. നമുക്ക് നോക്കാം. വിജ്ഞാനം ബോധിപ്പിച്ചിട്ട് അജ്ഞാനം മാറ്റി ഈ പ്രപഞ്ചത്തെ സത്യമല്ലെന്നെണ്ണി എണ്ണി കാണിച്ച് സിദ്ധികളിട്ടും മയക്കത്തെയും കാട്ടി സത്യമോതുന്ന അരുളാൽ ഈശൻ എന്നത് ഓർക്കുക എല്ലാരും. അപ്പോൾ ഈശ്വരനാണ്, ശിവഗുരുവാണ് വിജ്ഞാനം ബോധിപ്പിക്കുന്നത്, സാധകനെ അറിവ് ബോധിപ്പിക്കുന്നത്, അറിവ് അനുഭവപ്പെടുത്തി കൊടുക്കുന്നത് ശിവഗുരുവാണ്. അജ്ഞാനം മാറ്റി പ്രപഞ്ചത്തെ സത്യമല്ല എന്ന ആ സത്യം ബോധിപ്പിക്കുന്നു. പ്രപഞ്ചം മിഥ്യയാണ്, സത്യമല്ല എന്ന ആ സത്യവും ശിവഗുരു തന്നെ നേരിട്ട് വന്ന് സാധകനെ പഠിപ്പിക്കുന്നു. നന്മയേകാൻ വേണ്ടി എല്ലാവർക്കും നിത്യമായി അവരുടെ ഉള്ളിൽ വസിച്ചിടും ശിവൻ എന്നാണ് പറയുന്നത്. അങ്ങനെ അരുളാൽ ഈശൻ എല്ലാവർക്കും ഈ സത്യത്തെ ഓതുന്നു. അപ്പോൾ ഈശൻ ശിവഗുരു അനന്തമായ കാരുണ്യത്താൽ എല്ലാ സാധകന്മാർക്കും ഈ മഹാശിവസത്യം, ശിവയോഗം, ശിവവഴി, ശിവമാർഗം അരുളി ചെയ്ത് അവരെ അജ്ഞാനത്തിൽ നിന്ന് വിജ്ഞാനത്തിലേക്ക് നയിക്കുന്നു. ഒരു അവതാര ഗുരു ചെയ്യുന്നത് ഇത് തന്നെയാണ്. അവതാര ഗുരുക്കന്മാരെ പറ്റി സ്വാമി വിവേകാനന്ദൻ ഭക്തിയോഗം എന്ന കൃതിയില് വിവരിക്കുന്നുണ്ട്. നമുക്ക് അവതാര ഗുരുക്കന്മാരെ കുറിച്ച് സ്വാമിജി വിവേകാനന്ദൻ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ചുരുക്കിയേ പറയുന്നുള്ളൂ. അത് പറയണമെങ്കിൽ ഒരുപാട് നേരം വേണ്ടിവരും. സ്വാമി വിവേകാനന്ദൻ അത് വളരെ വിശദമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലെ, കുറച്ച് ഭാഗങ്ങൾ മാത്രം. എവിടെ വച്ച് ഉച്ചരിക്കപ്പെടുന്നുവോ അവിടം കൂടി പവിത്രമാകുന്നു. ഈശ്വരനെ കുറിച്ച് ഈശ്വരനാമം എവിടെ വച്ചുച്ചരിക്കപ്പെടുന്നുവോ അവിടം കൂടി പവിത്രമാകുന്നു. അപ്പൊ നമ്മളൊക്കെ പവിത്രമായി കഴിഞ്ഞിരിക്കുന്നു. ഈശ്വരനാമമാണ് എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരനാമം എവിടെ ഉച്ചരിക്കപ്പെടുന്നുവോ അവിടമെല്ലാം പവിത്രമാകുന്നു എന്ന് ഭാരതത്തിൽ പറയുന്നുണ്ട്. മഹാജ്ഞാനിയായ ഉദ്ധവർ തലയിൽ കൈകൂപ്പി തൊഴുതുകൊണ്ട് പറയുന്ന ഭാഗമാണിത്. ഉദ്ധവരുടെ വാക്കുകളാണിത്. മഹാഭാരതത്തിലെ ഭാഗമാണ്. വന്ദേ നന്ദവ്രജ സ്ത്രീനാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. അതിന്റെ മലയാളാർത്ഥം ഞാൻ വായിക്കാം. നന്ദഗോകുലത്തിലെ ഗോപസ്ത്രീകളുടെ കാലടിയിലെ പൊടിയെ ഞാൻ സദാ വന്ദിക്കുന്നു. ഉദ്ധവർ പറയുകയാണ്, ഈശ്വരനെ മാത്രമല്ല നന്ദഗോകുലത്തിലെ ഗോപസ്ത്രീകളുടെ കാലടിയിലെ പൊടിയെ ഞാൻ വന്ദിക്കുന്നു. അഹോ, അവർ ഉച്ചത്തിൽ ചെയ്യുന്ന ഹരികഥാഗാനം 3 ലോകത്തെയും പരിശുദ്ധമാക്കുന്നു. കണ്ടോ, ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ഈശ്വര തത്വം ഉപദേശിച്ചു തരുന്ന മഹാത്മാവിന്റെ അടുക്കൽ നാം ചെല്ലുന്നത് ഭക്ത്യാദരങ്ങളോടുകൂടി വേണം. അതായത് ഒരു ഗുരുവിനെ സമീപിക്കുമ്പോൾ വളരെ വിനയത്തോടെ ഭക്ത്യാദരങ്ങളോടെ സമീപിക്കാവൂ. ആവിധം മഹാന്മാരായ തത്വോപദേഷ്ടാക്കൾ വളരെ കുറച്ചുപേരെ ഈ ലോകത്തിലുള്ളൂ. എന്നാലും
ആ ആവശ്യക്കാർക്ക് സാധകൻ ആഗ്രഹിച്ചാൽ, മനസ്സിൽ തീവ്രമായി ആഗ്രഹിച്ചാൽ, അങ്ങനെയുള്ള ആചാര്യൻ നമ്മുടെ മുമ്പിൽ വന്ന് പെടുക തന്നെ ചെയ്യും. ഈശ്വര പ്രകാശനങ്ങളായ ഈ മനുഷ്യരിൽ കൂടിയല്ലാതെ ആർക്കും ഈശ്വര ദർശനം യഥാർത്ഥത്തിൽ സാധ്യമല്ല. അപ്പോൾ ഗുരുവിലൂടെ മാത്രമേ ഈശ്വര ദർശനം പെട്ടെന്ന് കിട്ടുകയുള്ളൂ. മറ്റൊരു വിധത്തിൽ ദർശിക്കാൻ ശ്രമിച്ചാൽ നാം ഉണ്ടാക്കുന്നത് ഈശ്വരൻ എന്ന ഒരു ബീഭത്സ രൂപമായിരിക്കും എന്നാണ് ഇവിടെ സ്വാമി വിവേകാനന്ദൻ പറയുന്നത്. അദ്ദേഹം എന്നിട്ട് വളരെ വിശദീകരിച്ച് അത് പറയുന്നുണ്ട്. എന്നിട്ട് ഗീതയിലെ ചില ഭാഗങ്ങൾ ഉദ്ധരിച്ചിട്ട് അദ്ദേഹം അവതാര ഗുരുവിനെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതാ ഞാൻ അതിന്റെ മലയാള അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. എപ്പോൾ ധർമ്മത്തിന് വാട്ടവും അധർമ്മത്തിന് മുതിർച്ചയും ഉണ്ടാകുന്നു, അപ്പോൾ ഞാൻ എന്നെ വെളിപ്പെടുത്തുന്നു. സാധു സംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും ധർമ്മ സംസ്ഥാപനത്തിനും വേണ്ടി ഞാൻ യുഗം തോറും അവതരിക്കുന്നു. അങ്ങനെയുള്ള ശിവഗുരുക്കന്മാര് ഈ ഭാരതഭൂമിയിൽ, ഈ പുണ്യഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. രാമകൃഷ്ണ പരമഹംസർ വരുന്ന ഒരു ഭാഗം കൂടെ ഞാൻ ഉദ്ധരിക്കുകയാണ്. ഗീതയിലെ വാക്ക് അദ്ദേഹം ആദ്യം ഉദ്ധരിക്കുന്നു. മനുഷ്യ ശരീരം ധരിച്ച എന്നെ മൂഢന്മാർ നിസാരന്മാരാക്കി തള്ളുന്നു. എന്റെ ഉത്കൃഷ്ടമായ ഭൂതമഹേശ്വര ഭാവത്തെ അവർ അറിയുന്നില്ല. ഇത് ഗീതയിലുള്ള വാക്കാണ്. എന്നിട്ട് രാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഗംഭീരമായ കടലിൽ കൊത്തിയ കല്ലെഴുത്ത് നമുക്ക് കാണാം. ഒരു വൻ തിര കയറിയടിക്കുമ്പോൾ വെറും പുഴകളും തോടുകൾ പോലും അറിയാതെ അനായാസം തട്ടൊപ്പം നിറയും. അതേപോലെ ഒരവതാരം ഉണ്ടാകുമ്പോൾ ആധ്യാത്മികതയുടെ വലിയ കല്ലോലം ലോകത്തിന്റെ മേൽ തകർത്ത് കയറും. അപ്പോൾ അന്തരീക്ഷവായുവിൽ ആധ്യാത്മികത ഏതാണ്ട് നിറഞ്ഞു നിൽക്കുന്നതായി ജനങ്ങൾക്ക് അനുഭവമാകുകയും ചെയ്യും. ഇത് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞ കടലിൽ കൊത്തിയ കല്ലെഴുത്താണ്. ആ കല്ലെഴുത്ത് ഇപ്പോൾ സത്യവാചകമായി തീർന്നിരിക്കുന്നു. ഇന്ന് ഇതേപോലെ ഒരു വൻതിര ലോകത്തിൽ ആഞ്ഞടിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തയ്യാറേ ഇരുന്നുള്ളൂ. ഈ ആത്മീയതയുടെ വലിയ തിര ലോകത്തെ മുഴുവനും കീഴ്പ്പെടുത്താൻ പോവുകയാണ്. അതുകൊണ്ട് അതിന് തയ്യാറെടുക്കൂ. അതുപോലെ അവതാരം ഉണ്ടാകുമ്പോൾ ആധ്യാത്മികതയുടെ വലിയ കല്ലോലം ലോകത്തിന്റെ മേൽ തകർത്ത് കയറാൻ പോകുന്ന നിമിഷമിതാ സമാഗതമായി. ഇതിനുവേണ്ടി നമുക്ക് സ്വയം പാകപ്പെടുത്തിയെടുക്കുക. ഹൃദയത്തെ വിശുദ്ധമാക്കി ശിവഗുരുവിന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.